ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെണ്ടക്ക എടുത്തിട്ട് പകുതി മുറിച്ചിട്ട് നാലാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പത്ത് വെണ്ടക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 വറ്റൽമുളകും 6 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള വഴറ്റിയിട്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ഉണക്കമുളകും കൂടി ചേർത്ത മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കട്ടിയിലുള്ളൊരു 4 ടേബിൾ സ്പൂണൊക്കെ പുളിവെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഇത് വറ്റി വരുന്നത് വരെ മൂടി വെക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം.
ഇപ്പോൾ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ച പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വേവിക്കുക. ഇപ്പോൾ വെണ്ടക്ക അവിയൽ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.